ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു ബോമ ഫ്രഷ്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ഇറാനിൽ നിന്നും ഉത്ഭവിച്ച പുലാവ് പിന്നീട് ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ബിരിയാണിയേക്കാൾ മുൻപ് ജനിച്ച പുലാവ് അറബി പദമായ പിലാഫ് എന്നതിൽ നിന്നാണ് ഉരുത്തിരിയുന്നത്. മസാലക്കുത്തുകളൊന്നും തന്നെ ഇല്ലാത്ത ഇത് ഏത് പ്രായക്കാരെയും ഒരുപോലെ ആകർഷിക്കുന്ന ഒന്നാണ്. അപ്പോൾ ലഞ്ച് ബോക്സ് സീരീസിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഗ്രീൻ പുലാവാണ്. ഇതിൻ്റെ പ്രിപ്പറേഷൻ ഒന്ന് കണ്ടു നോക്കാം. ഇതിനായി ഞാൻ എടുത്തിരിക്കുന്നത് 1.5 കപ്പ് ലോങ് ഗ്രെയിൻ ബസ്മതി റൈസാണ്. ഇതിന് പകരം കൈമ റൈസ് ആണെങ്കിലും ഉപയോഗിക്കാം. അരി നന്നായി കഴുകിയ ശേഷം അരമണിക്കൂർ വെള്ളം ഒഴിച്ചൊന്ന് കുതിരാനായി മാറ്റിവെക്കുക. അടുത്തത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് ആണ്. 2 ഉരുളക്കിഴങ്ങ് ചതുര കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക, ഒരു ചെറിയ സവാള നീളത്തിലരിഞ്ഞത്, ഒരു തക്കാളി ക്യൂബ്സായി കട്ട് ചെയ്തത്, 3 ബീൻസ് നാരെല്ലാം കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുക. പിന്നെ വേണ്ടത് ഒരു ക്യാരറ്റാണ്, അതും ചതുര കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കുക. ഇത് പുലാവിന് വേണ്ടിയിട്ടുള്ള ഹോൾ സ്പൈസസ് ആണ്. 2 കഷ്ണം പട്ട, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 തക്കോലം, 2 ഗ്രാമ്പു, 2 ഏലക്ക. പിന്നെ വേണ്ടത് ഗാർണിഷിങ്ങിനായി ഒരു ചെറിയ പിടി വീതം കിസ്മിസും കശുവണ്ടിയുമാണ്. ഇത് പുലാവിന് നല്ല ഗ്രീൻ കളർ തരുന്ന ചേരുവകളാണ്. ഇതിനു വേണ്ടി 1 പിടി പുതിനയില, 1/2 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ചെറുതായി നുറുക്കിയെടുത്തത്, അത്യാവശ്യം വലിയ പിടി തന്നെ മല്ലിയില എടുത്തിട്ടുണ്ട്, പിന്നെ 2 പച്ചമുളക്, 6 അല്ലി വെളുത്തുള്ളി. ഇത്രയും അല്പം വെള്ളം ചേർത്ത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്ത് വെക്കുക. ഇത് അരി വേവിക്കാനായിട്ടുള്ള 3 കപ്പ് വെള്ളമാണ്. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന റേഷ്യോയിലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഒരു കടായിൽ 1 ടേബിൾ സ്പൂൺ ഓയിലും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് ചൂടായി വരുമ്പോൾ ആദ്യം ഇതിലേക്ക് കശുവണ്ടി ഇട്ട് ഇതിനെ ഒന്ന് ലൈറ്റ് ബ്രൗൺ നിറമാക്കി എടുക്കുക. അതിനുശേഷം കിസ്മിസും ഇട്ട് കൊടുത്ത് എന്നിട്ട് രണ്ടും വറുത്ത് കോരി എടുക്കുക. ഇനി ഇതേ എണ്ണയിൽ തന്നെ ഹോൾ സ്പൈസസും ഇട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ നീളത്തിൽ എരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് വഴറ്റിയെടുക്കണം. ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ ഇതിലേക്ക് ബാക്കിയുള്ള എല്ലാ വെജിറ്റബിൾസും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. വെജിറ്റബിൾസ് എല്ലാം നന്നായി വഴന്നു വരുമ്പോൾ ഇതിലേക്ക് അരച്ചു വെച്ചിട്ടുള്ള ഗ്രീൻ മസാല ചേർത്ത് നന്നായി സോട്ട് ചെയ്തെടുക്കുക. മസാലയുടെ പച്ചക്കുത്ത് മാറുമ്പോൾ നേരത്തെ അളന്നു വെച്ചിട്ടുള്ള 3 കപ്പ് വെള്ളം ചൂടാക്കിയ ശേഷം ഇതിലേക്ക് ഒഴിക്കുക. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നന്നായി ഇളക്കി ചേർക്കുക. വെള്ളം തിളച്ച് വരുമ്പോൾ കുതിരാനിട്ട അരി വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ ശേഷം ഇതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇത് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഇടയ്ക്കിടയ്ക്കായി ഇളക്കി കൊടുത്ത് വേണം ഇനി വെള്ളം വറ്റിച്ചെടുക്കാനായിട്ട്. ഒരു കാരണവശാലും ഇതിൻ്റെ തീ കൂട്ടി വെക്കരുത്. കുറഞ്ഞ തീയിലിട്ട് തന്നെ ഇതിനെ വേവിച്ചെടുക്കുക. ഇതിപ്പോൾ കണ്ടോ, വെള്ളമെല്ലാം വറ്റി വെജിറ്റബിൾസും റൈസും എല്ലാം കറക്റ്റായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും വറുത്ത് വെച്ചിട്ടുള്ള കശുവണ്ടിയും കിസ്മിസും ചേർത്ത് യോജിപ്പിച്ചെടുക്കുക. അങ്ങനെ വളരെ ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ റൈസ് ഇവിടെ റെഡിയാണ്. ഇത് ലഞ്ചിനായി ഓഫീസിലേക്കോ കുട്ടികൾക്ക് സ്കൂളിലേക്കോ കൊടുത്തു വിടാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ള റൈസ് റെസിപ്പി കൂടിയാണ്. ഇതിന് പ്രത്യേകിച്ചൊരു കറിയുടെ ആവശ്യമേ ഇല്ല. കുറച്ച് റൈത്ത ഉണ്ടെങ്കിൽ തന്നെ ഇതിന് ധാരാളമാണ്. ഞാനിവിടെ ഗ്രീൻ റൈസിനൊപ്പം റൈത്തയും കട്ട് ഫ്രൂട്ട്സായി കുറച്ച് പപ്പായയും കൂടെയാണ് സെർവ് ചെയ്യുന്നത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യണേ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.